നമസ്കാരം. പിണറായി സർക്കാർ രണ്ടാം ടൈമിൽ 10ാം വർഷത്തേക്ക് കടക്കുമ്പോഴാണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. പാലക്കാടും തൃത്തലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1:1 എന്ന നിലയിൽ സമനിലയിലായിരുന്നെങ്കിലും ഇത്തവണ നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും, അതും കഷ്ടിച്ച് ഒരു വർഷത്തിനകത്ത് മാത്രമാണ് കാലാവധിയുള്ളത്. ഏത് MLA വന്നാലും അടുത്ത സർക്കാർ രൂപീകരിക്കുന്നത് വരെ ഈ MLAക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒരു വർഷം പോലും കാലാവധിയില്ല. എങ്കിലും ഇരു മുന്നണികൾക്കും അതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ് നിലമ്പൂരിൽ ഒന്ന് ജയിച്ചു കിട്ടണമെന്ന്. ഇരു മുന്നണികൾക്ക് മാത്രമല്ല, PV അൻവർ എന്ന അവിടുത്തെ മുൻ MLAക്ക്. M സ്വരാജ് എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഒരിക്കലും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് സ്വരാജ് പോലും ഒരുപക്ഷെ ചിന്തിച്ചു കൂടി കാണില്ല. കാരണം സ്വരാജിന്റെ തട്ടകം കഴിഞ്ഞ 2 ടേമുകളിലായി തൃപ്പൂണിത്തറയാണ്. PV അൻവർ രാജിവെക്കുമെന്നും അൻവർ പോലും ഒരിടക്കാലത്തും വരെ പ്രതീക്ഷിച്ചു കാണില്ല. അതുപോലെ തന്നെയാണ് എന്നും കോൺഗ്രസിനുള്ളിൽ വിമതനായി നിന്നിരുന്ന ആരുണൻ ഷൗക്കത്ത് ഒരിക്കലും കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരോ എവിടെയെങ്കിലും നിന്ന് മത്സരിക്കുമെന്ന് ഷൗക്കത്ത് പോലും കരുതി കാണില്ല, കോൺഗ്രസ് പോലും കരുതി കാണില്ല. പക്ഷേ ഈ 3 പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും നിലമ്പൂരിൽ നടന്നിരിക്കുന്നു. കലാശക്കൊട്ടായി മണിക്കൂറുകൾക്കകം അവിടെ ജനം വിധി എഴുതും. എന്തായാലും അതിൽ ആരാകും ജയിക്കുക എന്നത് ഇപ്പോഴും പറയാനാകാത്തൊരു കാര്യമാണോ, അതോ അല്ലേ ഇപ്പോഴും നമുക്ക് വിധി എഴുതാൻ പറ്റുമോ? നിലമ്പൂരിൽ നിൽക്കുന്നത് സ്വരാജാണോ, ഷൗക്കത്താണോ, അതോ അൻവറാണോ എന്നുള്ളത്? പറഞ്ഞതുപോലെ 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടും നിലമ്പൂർ വളരെ നിർണായകമായ 3 എന്നല്ല, BJPയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ ഉൾപ്പെടെ സംബന്ധിച്ചിട്ട് നിലമ്പൂർ വളരെ നിർണായകം തന്നെയാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ അടുത്ത തുടർഭരണം പിണറായി സർക്കാരിന് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിന്റെ ഒരു മുൻവിധി കൂടി ആയിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് രാഷ്ട്രീയ കേരളം മുഴുവൻ നടക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ്. കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിന് അടുത്ത തുടർഭരണം പിണറായിക്ക് കിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിനോടൊപ്പം കേരളത്തിൽ നടക്കുന്നത് ഒരു വികസന വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അത് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അൻവറും കോൺഗ്രസിന് ഒരു വലിയ തലവേദന സൃഷ്ടിച്ചു കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ട് തന്നെ അൻവറിനെതിരെ വലിയ ഭൂരിപക്ഷം നേടി വിജയിക്കുക എന്നതും കോൺഗ്രസിന്റെ വലിയ ഒരു നിർബന്ധം തന്നെയാണ് നിലമ്പൂരിൽ. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് M സ്വരാജ് വിജയിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളാണ് എല്ലാ തലങ്ങളിലും നടക്കുന്നത്. അതിനുവേണ്ട അതിശക്തമായ പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ നിലമ്പൂരിൽ തന്നെ തമ്പടിച്ചുകൊണ്ട് നടത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പലകുറി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പരിഗണിക്കും എന്ന തരത്തിൽ പോലും അഭ്യൂഹങ്ങൾ ഉയർന്നു കേട്ടിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം വളരെ അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദും, അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു, അന്തരിച്ചുപോയി. ഈ 2 പേരും മുസ്ലിം ലീഗിന് എതിരാണ്. അവരിന്ന് മുസ്ലിം ലീഗ് ഇവർ രണ്ടും ഭയത്തോടെയാണ് കണ്ടിരുന്നത്. ഇപ്പോഴും ആര്യാടൻ മുഹമ്മദിന്റെ കാലശേഷവും ഷൗക്കത്ത് ഇപ്പോഴും ലീഗിന് അനഭിമതനാണ്. ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ കുടുംബയോഗങ്ങളിലും പ്രേരണ യോഗങ്ങളിലൊന്നും ജില്ലാതല യോഗങ്ങളിലും മണ്ഡലതല യോഗങ്ങളിലൊന്നും ലീഗ് നേതൃത്വം പണക്കാട് കുടുംബം പങ്കെടുത്തതുമില്ല. പിന്നീട് അതൊരു ആരോപണമായി വിവാദമായി വന്നപ്പോഴാണ് പങ്കെടുത്തത്. അങ്ങനെ കുറച്ച് വീഴ്ചകളുണ്ട്. പിന്നെ ഷൗക്കത്തിന് കോൺഗ്രസിലെ വിമതനായാണ് ഷൗക്കത്ത് എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ തവണയും VV പ്രകാശിനെ പിന്നിൽ നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചു. പ്രകാശ് തോൽക്കാൻ, നിലമ്പൂരിൽ പ്രകാശ് അൻവറിനോട് തോൽക്കാൻ കാരണം തന്നെ ഷൗക്കത്തിനൊന്ന് സീറ്റ് കൊടുക്കാതെ പ്രകാശിന് കൊടുത്തുകൊണ്ടാണെന്നൊക്കെ ആരോപണം ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDFന്റെ മുന്നിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ UDF നേതൃത്വത്തിനും, കാരണം ഷൗക്കത്താണ് മത്സരിക്കുന്നത്, താൻ മത്സരിക്കുന്നത് കൊണ്ട് UDFിലെ എല്ലാ ലീഗ് അടക്കമുള്ള മുൻ ഘടകകക്ഷികൾ, ലീഗാണ് സുപ്രധാന ഘടകകക്ഷി, ഇവരെല്ലാം ഒരു കുടക്കീഴിൽ തനിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്ന് ഉറപ്പാക്കാൻ ഷൗക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഷൗക്കത്തിനൊരു ലീഗിന്റെ ഭാഗത്തു നിന്നൊരു വലിയ പരിഗണന കിട്ടിയതിന്റെ പ്രധാന കാരണം ഒരു തരത്തിൽ അൻവറാണെന്ന് പറയണം. കാരണം അൻവർ കോൺഗ്രസിന്റെ ഭാഗമാകാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളും പിന്നീട് ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള അൻവറിന്റെ കടുംപിടുത്തവും, അപ്പോൾ ലീഗിന് പൊതുവെ കോൺഗ്രസിനോട് വലിയ അനുഭാവമുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുൻഗണന കൊടുക്കേണ്ടി വന്നു. അൻവറിനെ തള്ളിക്കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മുൻഗണന കൊടുക്കുമ്പോൾ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയാണോ മുന്നോട്ട് വെക്കുന്നത് ആ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയെ പരിപൂർണമായും പിന്തുണയ്ക്കുക എന്നൊരു രീതിയിലേക്ക് ലീഗ് നേതൃത്വം അടുത്തു എന്ന് വേണം കണക്കാക്കാൻ. അത്തരത്തിലായിരിക്കണം ഒരുപക്ഷെ ആര്യാടൻ ഷൗക്കത്തിനെ ലീഗ് നേതൃത്വം പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഈ പറഞ്ഞതുപോലെ ആദ്യ ചർച്ച കുടുംബയോഗങ്ങളിലൊന്നും ലീഗ് നേതൃത്വം പങ്കെടുത്തിട്ടില്ല എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം ഉണ്ടായതിനു ശേഷം തങ്ങൾക്ക് ആര്യാടനുമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ലീഗ് തന്നെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് എം സ്വരാജിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ഇപ്പോൾ മമ്മൂട്ടിയുടെ സഹോദരനായ ഇബ്രാഹിം കുട്ടിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ മതപരമായ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ കൂടി വലിയ പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിഗണന, മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളൊരു വോട്ട്, അതൊക്കെ ഇവിടെ എല്ലാ കൂട്ടർക്കും വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ നിലമ്പൂരിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവര് പൊതുവെ മലയോര കോൺഗ്രസ് ആയിരുന്നാണ് ഭൂരിപക്ഷം പേരും അറിയപ്പെടുന്നത്. മലയോര കോൺഗ്രസ് വിഭാഗം ക്രൈസ്തവരുണ്ട്, പിന്നെ അതിൽ ഒരു വിഭാഗം മുസ്ലിം ജനതയുമുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് മലയോര കോൺഗ്രസ് എന്ന് അറിയപ്പെടുമ്പോൾ PV അൻവർ ഇടതുമുന്നണിയിൽ നിന്നും CPM-ൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം അൻവറിന്റെ ശ്രദ്ധ മൊത്തം ഈ മലയോര കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ ഈ മലയോര കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അവിടെ പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരിക, സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള വാഹന പ്രേമജാഥകളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ അൻവറിന്റെ കരുതൽ ഒരുപക്ഷെ അടുത്ത സ്ഥാനാർത്ഥിയായിട്ട് മലയോര കോൺഗ്രസ്സുകാരുടെ കർഷകരുടെ പ്രതിനിധിയായിട്ട് അവിടെ മത്സരിക്കാമെന്നായിരുന്നു അൻവർ കരുതിയത്. പക്ഷേ അതിനൊരു ചെക്ക് വെച്ചുകൊണ്ടാണ് BJP-യുടെ മോഹൻ ജോർജിനെ, ഒരു മലയോര നേതാവാണ് അദ്ദേഹത്തെ അവർ ക്ഷണിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ ബുദ്ധിയാകാം കൊണ്ടുവന്ന് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. വോട്ടുകൾ BJP ഭാഗത്തേക്ക്, മലയോര കർഷകരുടെ വോട്ടുകൾ അങ്ങോട്ട് മറിയാൻ, കാരണം കേന്ദ്രം മാത്രമാണ് ആശ്രയം എന്നവർ പറയുന്നു. കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് മലയോര കർഷകർ പറയുന്നത്. അത് നിലമ്പൂരായാലും വയനാടായാലും നമ്മുടെ ഏത് വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവാസ മേഖലകളിലായാലും അവരവിടെ ദുരിതത്തിലാണെന്ന് പറയുന്നത്. ഇടുക്കിയിലായാലും ഒരു BJP സ്ഥാനാർത്ഥിക്ക് മലയോര കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ മലയോര കർഷകൻ എന്ന നിലയ്ക്ക് മോഹൻ ജോർജിന് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ സാധിക്കുന്നു. കോൺഗ്രസ് ആദ്യം ജോയിയുടെ പേര് പരിഗണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു മലയോര കർഷകൻ എന്നൊരു പരിഗണന, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്നുള്ള ഒരു വ്യക്തി എന്ന തരത്തിലാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടുണ്ടായ പെട്ടെന്നുള്ള മാറ്റത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം പോയത്. പിന്നീട് കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്ന DCC-യിലൊക്കെ പ്രവർത്തിച്ചിരുന്ന മോഹൻ ജോർജിനെ പെട്ടെന്ന് തന്നെ മോഹൻ ജോർജിനെ പെട്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ അതിബുദ്ധിയോ പിന്നെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് വേണ്ട പരിഗണന കിട്ടാത്തത് കൊണ്ടോ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ മുഴുവൻ നിലമ്പൂർ മൊത്തത്തിൽ നോക്കുമ്പോഴും ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ തന്നെ പാർട്ടികൾ മാറിക്കൊണ്ട് മറുകണ്ഠം ചാടിക്കൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന നേതാക്കന്മാരൊക്കെ തന്നെ നിലമ്പൂരിൽ വളരെ പ്രശസ്തരും അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും വളരെ പരിചിതരുമായിട്ടുള്ളവരാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ ഒരു മലയോര കർഷകൻ എന്നൊരു പരിഗണന ഒഴിച്ചാൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടത്ര ജനപിന്തുണ ലഭിക്കുമോ എന്ന കാര്യം സംശയമായിരിക്കും. PV അൻവർ രണ്ടാം സ്ഥാനത്ത് വരും. PV അൻവർ രണ്ടാം സ്ഥാനത്ത് വന്നാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയായിരിക്കും. ഇടതുപക്ഷത്തിനും അത് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം PV അൻവർ ഇടതുപക്ഷത്ത് നിന്ന് കോൺഗ്രസിന്റെ ചേരിയിലേക്ക് പോയ ആളാണ്. അവിടെ നിന്ന് തഴയപ്പെട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് വന്നാൽ, വിജയിച്ചില്ലെങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് വന്നാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ നിലമ്പൂരിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. നിലമ്പൂരിലെ ജനങ്ങൾ അൻവറിനെ അംഗീകരിക്കുന്നു എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതകൾ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തും LDF-ന്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന M സ്വരാജും പ്രബലരായ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. രാഷ്ട്രീയ കേരളം കണ്ട യുവ നേതാക്കന്മാരിൽ കരുത്തരായിട്ടുണ്ട്. അവർക്കൊപ്പം ഇത്തരം വിമത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പലർക്കും ഒരു കോമാളി കഥാപാത്രമായി ശരിക്കും പറഞ്ഞാൽ അൻവർ മാറി. അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അൻവറിനെ വീണ്ടും നിലമ്പൂരിലെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അൻവർ ഒരു പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2 ടൈമുകളിലായിട്ട് അൻവറിന്റെ പതനത്തിന് പിന്നിൽ CPM തന്നെയാണ്, ഒരു സംശയമില്ല. അവിടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിന്നെ തുടക്കം മുതലേ സ്വരാജിനൊപ്പം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷുണ്ട്, മുതിർന്ന CPM നേതാക്കളുണ്ട്. അപ്പുറത്ത് കോൺഗ്രസിന് വേണ്ടി സ്വാഭാവികമായിട്ടും പുതിയ പ്രസിഡന്റ് സണ്ണി ജോസഫ്,
വി ഡി സതീശൻ. പിന്നെ അവസാന ദിവസം പ്രിയങ്ക ഗാന്ധി ഒരാളെ വരേണ്ടി വന്നു. പ്രിയങ്കയുടെ മണ്ഡലം കൂടിയാണ്. പ്രിയങ്ക ഒരു ദിവസം വരേണ്ടി വന്നു. പ്രിയങ്ക മണ്ഡലത്തെ ഇളക്കി മറിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പ്രിയങ്ക ഫാക്ടർ അവിടെ ഒരു ഘടകമാകെ മാറാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? പ്രിയങ്കയ്ക്കും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഇടയിൽ അവർക്ക് അവരുടേതായ ഒരു പേരുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞോ എന്ന കാര്യത്തിൽ വളരെ സംശയം പറയേണ്ട രണ്ട് വ്യക്തികളാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കോൺഗ്രസ് തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രബലരായ രാഷ്ട്രീയ ശക്തികൾ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയിലേക്കൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ ഒരു അധപ്പതനമാണ് പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഉൾപ്പെടെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിലുണ്ടായിരുന്ന പ്രചാരം എല്ലാം നഷ്ടപ്പെട്ടു പോയതും BJPക്ക് വളരെ നിഷ്പ്രയാസം അധികാരത്തിൽ കയറാൻ കഴിഞ്ഞതും അവർ തുടർഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. വയനാട് MP ആയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി കുറെ കാലം ഇരുന്നതാണ്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി വന്നു. പക്ഷേ വയനാട് ദുരന്തം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വയനാടിന് കൊടുക്കാനുള്ള പണത്തിൽ വീഴ്ചയുണ്ട്, കൊടുക്കുന്നില്ല എന്നൊരു ആരോപണം ഉണ്ടായിട്ട് അതിനെ ഹൈക്കോടതിയൊക്കെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് പോലും വയനാട് ടൗൺഷിപ്പിന്റെ പേരിൽ പിണറായി സർക്കാരിനെ പഴി പറഞ്ഞിട്ട് പോലും ഈ കാര്യങ്ങളിലൊന്നും വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നു പോയ രണ്ട് വ്യക്തികളാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അതുപോലെ വഖഫ് വിഷയം വന്നപ്പോഴും സഭയിൽ ഒരു അക്ഷരം മിണ്ടാതെ മൗനവ്രതം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ സമയത്ത് തന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ രോഗവിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിദേശ സന്ദർശനത്തിന് പോയ ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. അങ്ങനെ ഒരു വ്യക്തികൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എപ്പോഴും പൊതുജനവുമായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നവരെ സ്ഥാനാർത്ഥിയായി കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനം. അത്തരം ഒരു സാഹചര്യത്തിൽ പ്രിയങ്കയ്ക്കും രാഹുലിനും നിലമ്പൂരിൽ ഒരു വലിയ ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി M സ്വരാജിനെതിരെ അവിടെ CPM-നുള്ളിൽ ഇടതു മുന്നണിക്കുള്ളിൽ വിമത സ്വരങ്ങളൊന്നും ഉയർന്നിട്ടില്ല. കാരണം സ്വരാജ് ചെറുപ്പക്കാരനാണ്, വലിയൊരു തലയെടുപ്പുള്ള ഒരു നേതാവാണെങ്കിലും അത്തരമൊരു വിവാദങ്ങളിലേക്ക് പാർട്ടിക്കുള്ളിലെ വിവാദങ്ങളിൽ സ്വരാജ് ഒന്നും വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വരാജിനെതിരെ അടിയൊഴുക്കുകൾ വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ PV അൻവറിനെതിരെ, കാരണം അൻവർ മത്സരിക്കുമ്പോൾ തന്നെ അൻവറിനെതിരെ ഇടതുപക്ഷവും, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ കുറിച്ചും ഒക്കെ പറഞ്ഞു വരുന്നതനുസരിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ശത്രുത. അപ്പുറത്ത് UDF-ലേക്ക് ചേക്കാറാൻ ചെന്നിട്ട് അവിടെ പറ്റിയ ബുദ്ധിമുട്ട്. UDF-ലേക്ക് ചെന്നപ്പോഴത്തേക്കും അൻവറുമായി ചർച്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓരോ ദിവസവും മാധ്യമപ്രവർത്തകർ പറഞ്ഞത്, എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ അറിയിക്കാം, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അൻവറുമായിട്ട് ചർച്ചകളുടെ വിവരങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അൻവറെ മുന്നിൽ എടുക്കുന്നില്ല. അൻവർ സ്ഥാനാർത്ഥി അരുൺ ഷൗക്കത്ത് എന്ന് പറഞ്ഞപ്പോൾ അൻവർ ഉടനെ തന്നെ പ്രതികരിക്കുന്നു, അൻവറിനെ എടുക്കുന്നില്ല. അപ്പോൾ അത് അൻവറിനെതിരെ രണ്ട് ഭാഗത്തു നിന്നുള്ള ശത്രുക്കൾ. അപ്പോൾ M സ്വരാജ് ജയിക്കുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും M സ്വരാജ് ജയിക്കുകയും അൻവറോ ഷൗക്കത്തോ രണ്ടാമത് സ്ഥാനത്തേക്ക് വരികയും ചെയ്താൽ ഇതിന്റെ പഴിമുത്തം കേൾക്കേണ്ടി വരുന്നത് UDF തന്നെയായിരിക്കും, അല്ലെ? അതിൽ സംശയമുണ്ടാകില്ല. ഈ അൻവറിന്റെ ഫാക്ടർ, അൻവറിന് ഇതൊരു രാഷ്ട്രീയ ആത്മഹത്യയാണ്. കാരണം ഇനി ഒരു പാർട്ടിയിലും പോകാനില്ല. മമതാ ബാനർജി വരുമെന്ന് പറഞ്ഞു, ബംഗാളിലെ മന്ത്രിമാർ വരുമെന്ന് പറഞ്ഞു. ആ പാടെ ഒരു 1-2 ക്രിക്കറ്റർമാരെ അല്ല ആരെങ്കിലും കൊണ്ടുവന്നല്ലാതെ ഒരു MP കൊണ്ടുവന്നു എന്നല്ലാതെ അത് നിലമ്പൂരുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഒട്ടും പരിചയമില്ലാത്തൊരാണ് ഈ തൃണമൂൽ കോൺഗ്രസ്, ബംഗാളി പാർട്ടികൾ. അപ്പൊ അതിൽ നിന്നൊരാളോട് കൊണ്ടുവന്നിട്ട് എത്രത്തോളം ഓളം ഉണ്ടാക്കാനാകുമെന്ന് നമുക്കറിയാം, പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ അടിയൊഴുക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ M സ്വരാജിന്റെ ജയം സുനിശ്ചിതവും. രണ്ടാമതെത്തുന്ന ആര് എന്നതിലായിരിക്കണം ഇപ്പോൾ നിലമ്പൂരിലെ വോട്ടർമാർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത്. അങ്ങനെ ആയില്ലേ ആ ഒരു ഫലം? തീർച്ചയായിട്ടും അൻവറിന് രണ്ടാം സ്ഥാനം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നത് തന്നെയായിരിക്കും നിലമ്പൂരിലെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഇനി ഉറ്റുനോക്കുന്ന കാര്യം. ഒന്നാം സ്ഥാനത്തേക്ക് മുഴുവൻ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോഴും M സ്വരാജ് തന്നെ വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ രണ്ടാം സ്ഥാനമാർക്ക് എന്നുള്ളതായിരിക്കും നിലമ്പൂർ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും പിണറായി വിജയൻ സർക്കാരിന് 10 വർഷം രണ്ടാം ടൈം തികയ്ക്കുമ്പോൾ 10ാം വർഷത്തിലൊരു സർക്കാരിന്റെ ഭരണത്തിലൊരു പൊൻതൂവൽ കൂടിയാകുമോ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ കെ സുധാകരൻ ഇല്ലാതെ, മുൻ പ്രസിഡന്റ് കെ സുധാകരൻ ഇല്ലാതെ പുതിയ KPCC ഭരണസമിതിയുമായിട്ട് VD സതീശൻ നടത്തുന്ന ഒരു പ്രചാരണ യുദ്ധം. രമേശ് ചെന്നിത്തല പോലും ഈ നിലമ്പൂരിൽ അപ്രസക്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചെന്നിത്തലയ്ക്ക് പകരം VD സതീശൻ ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ
വി.ഡി. സതീശന് ഒരു മേൽക്കോയ്മ ലഭിക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കുമോ, അതോ രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രങ്ങൾ ഇവിടെ ഒരല്പമെങ്കിലും വിജയം കാണുമോ, അതോ PV അൻവർ എന്ന മുൻ അധികായൻ രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് പോവുകയാണോ, അതോ നിലമ്പൂരിലെ ജനങ്ങൾ അൻവറിനൊപ്പം നിൽക്കുമോ? എന്തായാലും മണിക്കൂറുകൾക്കകം വോട്ടെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ വോട്ടെണ്ണൽ നടക്കും. വ്യക്തമായി അറിയാം നമുക്ക് കാര്യങ്ങൾ. എന്തായാലും അതുവരെ ഒന്ന് കാത്തിരിക്കാം.